അപ്പോൾ ഇന്നാണ് ഗോൾഫിൻ്റെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ഓൾ ഇന്ത്യയിൽ, അതായത് ജൂൺ 14-ാം തീയതിയുള്ള വീഡിയോ ആണ്. ഇനി എപ്പോഴാണ് ഞാൻ എഡിറ്റ് ചെയ്തിട്ട് ഇടാമെന്ന് എനിക്കൊരു ധാരണയില്ല. എന്നാലും ജൂൺ 24-നാണ് ഗോൾഫിൻ്റെ ഇന്ത്യയിലുള്ള ഫോക്സ്വാഗൻ ഡെലിവറിയും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഡെലിവറിയാണ് 4 മണിക്കാണ്. ഇപ്പോൾ ഏതാണ്ട് ഒരു 3 o'clock സംതിങ് ആകുന്നുള്ളൂ. അതിന് മുമ്പായിട്ട് വണ്ടിയും കാര്യങ്ങളൊക്കെ ഷോറൂമിൻ്റെ ഉള്ളിൽ കയറ്റി വെച്ച് ഒന്ന് വൃത്തിയായി കുട്ടപ്പനായിട്ടൊരു അൺവീലിംഗ് ക്ലോത്ത് കൊണ്ടൊക്കെ പൊത്തി വെക്കണമെന്നുണ്ട്. കസ്റ്റമർ വരുന്നതിന് മുമ്പായിട്ട് അൺവീൽ ചെയ്യാനുള്ള ആ ഒരു അറേഞ്ച്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ട്. അതിൻ്റെ അറേഞ്ച്മെൻറ്റാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഓക്കെ, അപ്പോൾ അതിന് ഈ ഒരു കാർപ്പറ്റിൻ്റെ അകത്തേക്ക് വണ്ടിയും കാര്യങ്ങളൊക്കെ കയറ്റി ഒന്ന് അറേഞ്ച് ചെയ്ത് പാരലായിട്ടൊന്ന് പാർക്ക് ചെയ്യണമെന്നുണ്ട്. അതിനുശേഷം ക്ലോത്ത് കൊണ്ട് ജസ്റ്റ് ഒന്ന് മൂടി വെക്കും വണ്ടി. അതിന് മുമ്പായിട്ട് ഈ വണ്ടിയുടെ ഫ്രണ്ടിൽ കുറച്ച് എന്താ വേണ്ടത്, ബലൂൺസും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യേണ്ട ഒരു പില്ലർ പോലത്തെ അതൊക്കെ ഒന്ന് നോക്കണം. അതിന് മുമ്പായിട്ട് 2 ഡോറും കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് നോക്കുന്നത്. എന്തായാലും ലെഫ്റ്റ് സൈഡ് ആയതുകൊണ്ട് കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നു. കാരണം അധികം ഡിസ്റ്റൻസിൽ വെക്കാനും പറ്റില്ല. അപ്പോൾ ഒരു എന്താ പറയുക അറേഞ്ച്മെൻറ്റും ഉണ്ടാവില്ല, ഒരു രസവും ഉണ്ടാവില്ല കാണാനായിട്ട്. അപ്പോൾ നമുക്ക് ചെയ്യാനുള്ള ബാഡ്ജെല്ലാം നെയിം പ്ലേറ്റ് അവിടെ വെക്കുന്നുണ്ട്. വണ്ടി ശരിക്കും പറഞ്ഞാൽ ബ്ലാക്കും ഈ ഒരു ഗ്രേ കളറുമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ലുക്കിൻ്റെ കാര്യത്തിൽ സത്യം പറയാമല്ലോ, ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പലരും പറയുന്നുണ്ട് പ്രൈസൊക്കെ കൂടുതലാണ്. ഒന്നാമത് ഇമ്പോർട്ട് ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇതിൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 35-40 ലക്ഷത്തിനൊക്കെ കിട്ടേണ്ട വണ്ടിയാണ്. ആ ഒരു വണ്ടിയാണ് ഒരു 65 ആ ഒരു റേഞ്ചിലൊക്കെ 65 ലക്ഷത്തിനടുത്തൊക്കെ പോകുന്നത്. അപ്പോൾ ഈ ഒരു പ്രൈസിന് വേർത്താണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളിതിൻ്റെ സ്പെക്ക് കാര്യങ്ങൾ അതുപോലെ തന്നെ ഡ്രൈവ് വീഡിയോസും കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ അവൈലബിൾ ആണ്. പ്രമുഖരായിട്ടുള്ള പലരും ഇതിനെപ്പറ്റി വീഡിയോസ് ചെയ്യുന്നുണ്ട്, അതൊക്കെ എടുത്ത് നോക്കിയാൽ മതി. ഇനി വണ്ടിയുടെ ചുറ്റുമൊന്ന് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനുണ്ട്. ജസ്റ്റ് ഒന്നുമില്ല, ഈ ഒരു ബലൂണ് പില്ലർ പോലത്തെ ബലൂണ് 2 വണ്ടിയുടെ സൈഡിലായിട്ടൊന്ന് വെക്കണം. അതിനുശേഷം വണ്ടി പറ്റുകയാണെങ്കിൽ ക്ലോത്ത് കൊണ്ടൊന്ന് അൺവീലിംഗ് ക്ലോത്ത് വെച്ചിട്ടൊന്ന് മൂടി വെക്കണമെന്നുണ്ട് കസ്റ്റമേഴ്സ് വരുന്നതിന് മുമ്പായിട്ട് തന്നെ. അടുത്തതായിട്ട് നമുക്ക് അൺവീലിംഗ് ക്ലോത്ത് കാര്യങ്ങളൊക്കെ സാഹിലാണ് ഇവിടുത്തെ മെയിൻ. പുള്ളിക്കാരനാണ് എല്ലാ അറേഞ്ച്മെൻറ്റും എന്താ പറയുക ഈ ഒരു ടൈമിൽ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ട് ചെയ്യുന്നത്. അൺവീലിംഗ് ക്ലോത്ത് നമുക്ക് ബ്ലാക്ക് കളറാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ എന്താ ഇതൊക്കെ സെയിം തീം, അതായത് ഫോക്സ്വാഗൻ പറയുന്ന തീം തന്നെയാണ്. ബ്ലാക്ക് കളർ അൺവീലിംഗ് ക്ലോത്തും ഗ്രേ കളർ കാർപ്പറ്റ് കാര്യങ്ങളൊക്കെ വേണമെന്ന് ഓൾറെഡി ഇൻസ്ട്രക്ഷൻ കിട്ടിയതാണ്. ജസ്റ്റ് ഒന്ന് അൺവീലിനായിട്ട് ഇതൊന്ന് കവർ ചെയ്ത് വെക്കുന്നുണ്ട്. ഇതിനിടയിലാണെങ്കിൽ ചെറിയ സംഭവം ഉണ്ടായി. അതായത് എനിക്ക് ചില വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. കസ്റ്റമേഴ്സ് വന്നു, അതുപോലെ തന്നെ ഫസ്റ്റ് ഡെലിവറി ബ്ലാക്കിൻ്റെ ഡെലിവറി ഫസ്റ്റ് കഴിഞ്ഞു. അതിൻ്റെ കീ ഹാൻഡ് ഓവറൊക്കെയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അൺവീല് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും എനിക്ക് സത്യം പറഞ്ഞാൽ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, ചെറിയ പരിപാടിയിലായിപ്പോയി. അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് വെച്ചാൽ ജയസൂര്യയുടെ ഒരു വീഡിയോ ഉണ്ട്, അതായത് ജയസൂര്യ ഗോൾഡ് കിറ്റ് എടുക്കുന്നത്. അത് തൃശ്ശൂർ വെച്ചിട്ടാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ കണ്ണൂരിലുള്ള ഡെലിവറി കാര്യങ്ങളൊക്കെയാണ്. പറ്റുകയാണെങ്കിൽ ഈ ഒരു ഡെലിവറി ഹാൻഡ് ഓവറിന് ശേഷം ഞാൻ ആ ഒരു ജയസൂര്യയുടെ ഡെലിവറി വീഡിയോസും കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ വെക്കുന്നതായിരിക്കും. ഈ ഒരു കീ ഹാൻഡ് ഓവറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം. ഇനി കേക്ക് കട്ടിങ്ങിലുള്ള അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ കാണുന്നത്. അതിനുശേഷം കേക്ക് കട്ടിങ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെലിവറി സെറമണി കഴിഞ്ഞു. പിന്നെ അതുപോലെ തന്നെ വണ്ടി ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യുന്നൊരു പ്രൊസീജിയറാണുള്ളത്.
സംസാരം അതുപോലെ തന്നെ ആ ഹാപ്പിനെസ് ആകുമ്പോൾ നല്ല രസമുണ്ട്. അടുത്തത് നമ്മുടെ ഈ ഒരു ഗ്രേ വണ്ടിയുടെ ഡെലിവറിയാണ്. അത് അൺവീലും കാര്യങ്ങളും അതുപോലെ തന്നെ നേരെ കണ്ടുകൊണ്ട് കേക്ക് കട്ടിങ് പിന്നെ ഗിഫ്റ്റ് ഇതൊക്കെയാണ് അടുത്തുള്ളത്. അങ്ങനെ ആ ഒരു സംഭവമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയുള്ളതെന്ന് വെച്ചാൽ കേക്ക് കട്ടിങ് ആണ്.